വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. കല്ലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ ഇന്ന് ശ്രീമദ് മഹാഭാഗവത ദശമസ്കന്ധത്തിലെ 72ാമത്തെ അധ്യായം. ഭഗവാൻ ജരാസന്ധനെ വധിക്കുവാൻ കാരണം ഉണ്ടാക്കുന്നതും ജരാസന്ധനെ ഭീമൻ വധിക്കുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഭഗവാനും അർജുനനും ഭീമനും ബ്രാഹ്മണ വേഷം കെട്ടി ജരാസന്ധൻ്റെ അടുത്ത് പോയി യുദ്ധം യാചിക്കുന്നതും ഗദായുദ്ധത്തിൽ ഭീമൻ ജരാസന്ധനെ വത്സിക്കുന്നതും ഒക്കെയാണ് പാരായണം ചെയ്യാനുള്ളത് ഇന്നത്തേക്ക്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൻ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ഓം തത്സത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം തത്സത്. ശ്രീമദ് ഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ജന്മാദസ്യ ദുർനയാദി ജനദത്താക്ഷേഷജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദി തവേ മുഖ്യന്തി സൂരയ തേജോ വായുമദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതകരിതപുത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീശ്വര സദ്യോ ഹൃദ്യവരുത്തതേ പ്രപൃഥിവി ശുശ്രൂഷുവി തക്ഷണാത്. നിഗമകൽപ്പതലോദ്ഗളിതം ഫലം ശുഭമുഖാഗമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 72ാമത്തെ അധ്യായം. അത് ദശമസ്കന്ധ-സപ്തതിതമോധ്യായ. ശ്രീശുക ഉവാച. ഏകദാതു സഭാമധ്യേ ആസിതോ മുനിഭിർവൃത ബ്രാഹ്മണേ ക്ഷത്രിയൈർവൈശ്യേ ഭാതൃഭ്യശ്ച യുധിഷ്ഠിര. ഓം നമോ ഭഗവതേ വാസുദേവായ. ആചാരേ കുലവൃദ്ധ്യശ്ച ജ്ഞാതിസംബന്ധി ബാന്ധവൈ സുന്നതാമേവ ദേശം ആഭാഷേതുവാചഃ. യുധിഷ്ഠിരോവാച. സദ്വരാജേന ഗോവിന്ദ രാജസൂയേന ഭാവിനി യക്ഷേ വിഭൂതിർഭവത സത്സമ്പാദയ പ്രഭോ. എല്ലാവരും രാജധാനിയിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ അവിടെ വന്ന് സെറ്റിലായി കഴിഞ്ഞു. യുധിഷ്ഠിരർ പറയുകയാണ്, ഇങ്ങനെ ഒരു രാജസൂയം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് സഭയിൽ പ്രസ്താവിക്കുകയാണ്. ഓം തത്സത്. തത്പാദുകേ അവിരതം പരിയേചരന്തി
യായുഞ്ജി ഭദ്രണശനേ സുജയോ ഗൃണന്തി വിന്ദന്തി തേ കമലനാഭ ഭവാപവർഗ ആശാസദേദിത ആശിഷ ഈശനാന്യേ തദ്ദേവ ദേവ ഭവതശ്ചരണാരവിന്ദം സേവാനുഭാവമിഹ പശ്യതു ലോകയേഷ ഏതം ഭജന്തി ന ഭജന്തി ഭോഹയേഷാം നിഷ്ടം പദസ്യ വിഭോ കുരു സഞ്ജയാനാം ബ്രഹ്മണസ്വപരഭേദമധിസ്തവ സ്യാത് സർവാത്മനഃ സമദൃശ സ്വസുഖാനുഭൂതേ സംസേവതാം സുരതരോരിവ തേ പ്രസാദ സേവാനുരൂപമുദയോ ന വിഭജയോത. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീ ഭഗവാനുവാച സമ്യക് വ്യവസിതം രാജൻ ഭവതഃ ശത്രുകർശന കല്യാണീയേന തേ കീർത്തിർ ലോകാനനുഭവിഷ്യതി. ഋഷീണം പ്രീതിദേവാനാം സുഗതാമപി ന പ്രഭോ സർവേഷാമഭിഭൂതാനാം ചിരകുതുരാടയം. വിജിത്യാം നൃപതീം സമാൻ കൃത്വാ ച ജഗതിം വശേ സംവൃത്ത സർവസംഭാരാത് ആഹരസ്വ മഹാക്രതും. ഏതത് തേ ഭ്രാതരോ രാജൻ ലോകപാലാശ സംഭവാ ജിതോജ്ഞാത്മവതാത്തേഹം ദുർജയോ യോ കൃതാത്മഭി. ന കശ്ചിന്മത്പരം ലോകേ തേജസാ യശസാശ്രയ വിഭൂതിമിൽവാഭിവേത് ദേവോ വിക്യോപാർത്ഥിവ. ശ്രീസുക ഉവാച നിശമ്യ ഭഗവദ്ഗീതം പ്രീതപുല്ലമുഖാംബുജ പ്രാപ്ത്യുൻ ദ്വിഗജേ യുക്ത വിഷ്ണുതേജോപവൃംഹിതാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ സംഭാഷണം കേട്ട് എല്ലാവരും യുധിഷ്ഠിരന്റെ സഹോദരന്മാരൊക്കെ ദിഗ്വിജയത്തിനായിക്കൊണ്ട് പുറപ്പെടും. ഒരു യാഗം, രാജസൂയ യാഗം നടത്തണമെങ്കിൽ ചുറ്റുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും സമ്മതം വാങ്ങണം. അവർ സമ്മതം തന്നില്ലെങ്കിൽ അവരെ യുദ്ധത്തിൽ ജയിച്ച് അവരുടെ അടുത്ത് നിന്നും അവരെല്ലാം കീഴ്പ്പെടുത്തിയിട്ട് വേണം രാജസൂയം നടത്താൻ. അതുതന്നെയാണ് ദിഗ്വിജയം എന്ന് പറയുന്നത്. അതിനുവേണ്ടി എല്ലാവരും പുറപ്പെടുകയാണ്. സഹദീപം ദക്ഷിണസ്യാം ആദിശസഹസൃഞ്ജയേ ദിശി പ്രതീച്യാം നകുലം ഉദീച്യാം സവ്യസാചിനം പ്രാച്യാം മൃഗോദരം മത്സ്യേ കേകയേ സഹമദ്രകേ. തേ വിജിതവാൻ വീര ആദുദിഭ്യോജസ അജാതശത്രുവേ ഭൂരി ദ്രവിണം നുപയക്ഷ്യതേ. സത്വാജിതം ജരാസന്തം നൃപേർ ധ്യായതോ ഹരി അഹോപായം തമേവാദ്യ ഉദ്ധവോയമുവാച. ഉദ്ധവർ പറഞ്ഞ പ്രകാരം ഭീമനും അർജുനനും ഭഗവാനും ജരാസന്ധന്റെ അടുത്തേക്ക് പോവുകയാണ്. ഭീമസേനോർജുന കൃഷ്ണോ ബ്രഹ്മലിംഗധരാസ്ത്രയ ജഗ്മുർഗിരിവ്രജം താത ബൃഹദ്രഥസുതോ യത. തേ ഗത്വാദിത്യവേലായാം ഗൃഹീഷു ഗൃഹമേധിനം ബ്രഹ്മണ്യം സമയാദേരൻ രാജന്യ ബ്രഹ്മലിംഗിന. രാജൻ വിദ്യതിഥീൻ പ്രാപ്താനർത്ഥിനോ ദൂരമാഗതാൻ തന്ന പ്രയച്ഛ ഭദ്രം ദ്വയം കാമയാമഹേ. കിം ദുർമർഷം വിദിക്ഷൂണാം കിമകാര്യമസാധുഭിः കിം ന ദേയം വദാജ്ഞാനം നാനാം പരപ്സമദർശിനാം. യോ നിത്യേന ശരീരേണ സദം ഗയം യശോ ധ്രുവം നാദിനോതി സ്വയം കൽപ്പസവാച്യോച്ചയേവ സ. ഹരിചന്ദ്രോ രണ്ടിദേവ ഉച്ചവൃത്തിം ശിബിർബലി വ്യാധ കബോധോ ബഹവോ ഹൃദ്ധ്രുവേണ ധ്രുവം ഗതാ. ശ്രീശുകോവാച സ്വരൈരാകൃതിഭിസ്താംസ്തു പ്രകോഷ്ഠേ ജഹ്യതൈരബ്ജ്യാഗതൈരഭി രാജന്യബന്ധൂൻ വിജ്ഞായ ദൃഷ്ടപൂർവാനചിന്തയത്. രാജന്ന ബന്ധവോ ഹേദേ ബ്രഹ്മലിംഗാനി ബിഭ്രതി ദദാമി വീക്ഷിതം തേഭ്യ ആത്മാനമപി ദുസ്ത്യജം. ബലേർന ശ്രൂയതേ കീർത്തിർവിദതാ ദിക്ഷകൽമഷ ഐശ്വര്യാദ് ഭ്രംസിതസ്യാവി വിപ്രവ്യാജേന വിഷ്ണുനാ. ശ്രിയം ജഹീഷിതേന്ദ്രസ്യ വിഷ്ണവേദിജരൂപിണേ ജാനന്നപി മഹീം പ്രാതാത് കാര്യമാണോപി ദൈത്യരാട്. ജീവതാ ബ്രാഹ്മണാർത്ഥായ പൊന്നുക്തക്ഷത്രബന്ധുന ദേഹേന പദമാനേന ജഹദാ വിപുലം യശ. വിദ്യുദാരമതിപ്രാഹ കൃഷ്ണാർജുനമൃഗോദരാൻ ഹേ വിപ്രീയതാം കാമോ തദാന്യാത്മശിരോ വിപ്പിവ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീ ഭഗവാനുവാച യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യദി മന്യസി
യുദ്ധാർത്തിനോ വയം പ്രാപ്ത രാജന്യാനാകാംക്ഷിണ. असो मृगोदर पार्थस्तस्य प्रादुर्जुनोदयम् अनयोर्माതുലേയം മാ കൃഷ്ണം ജാനീഹി തേ രിപും. एवमावेदितो राजा जहासोच्छे स्ममागध आहतार चामर्षितो मन्दायुधमिव. എന്താണ് വേണ്ടത്, എന്ത് വേണമെങ്കിലും ദാനം തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യുദ്ധമല്ല ദ്വന്ദ്വയുദ്ധമാണ് വേണ്ടത് എന്ന് പറയുകയും തങ്ങൾ ആരാണെന്ന് അവിടെ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. അർജുനനും ഭീമനും തനിക്ക് തുല്യനല്ല, ശിശുക്കളാണ്, തൻ്റെ അടുത്തവരൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീമസേനെ തിരഞ്ഞെടുക്കുകയാണ് ഗതായുധത്തിനായിട്ട്. അയംതു വയസാതുല്യോ നാദിസത്തോ മേ സമ അർജുനോ ന ഭവേദ്യോദ്ധ ഭീമസ്തുല്യ ബലോ മമ. ഇത്യുക്ത്വാ ഭീമസേനായ പ്രാദായ മഹതിംഗദാം ദ്വിതീയം സ്വയമാദായ നിർജഗാമ പരഃ. തദസമേഖലേ വീരോ സംയുക്തവിതരേതരോ ജഗ്നതുർവജ്ജ കൽപാഭ്യാം ഗദാഭ്യാം ഗണദുർമദോ. മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച ചരതോ ശിശുഭേ യുദ്ധം നടയോരിവരഞ്ജിനോ. തതശ്ചടാ ശബ്ദോ വജ്രനിഷ്പീഷ സന്നിഭ ഗദയോ ചിപ്തയോ രാജൻ ഗന്ധയോരിവ ദന്തിനോ. ദേവൈതലേ ഭുജവേന നിപാത്യമാനെ അന്യോന്യദോഷേ പരിഭാഗകരോരുജത്രൂൻ ചൂർണേ ബഭൂവ തുരുപേത്യ യഥാർത്ഥശാഖേ സംയുജ്യതോ ദ്വിരതയോരിവ. അനേക ദിവസം അവർ യുദ്ധം ചെയ്യുകയാണ്, ആർക്കും ജയമില്ല. ഭീമന് താനാണ് ഏറ്റവും വലിയ ഗതായുധക്കാരൻ, തന്നെ ജയിക്കാൻ ആർക്കും ആവില്ല എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരം ശമിപ്പിക്കാൻ കൂടിയാണ് ഭഗവാൻ ഇപ്രകാരം ചെയ്തത്. ഒടുവിൽ ഭഗവാൻ തന്നെ സൂത്രം പറഞ്ഞു കൊടുത്ത് ജരാസന്ധനെ വധിക്കുന്ന ഭാഗമൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. ഇത്തം തയോ പ്രഹതയോർ ഗതയോർ നൃവീരോ ക്രുദ്ധോ സമുഷ്ടി ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത്തം തയോ പ്രഹതയോർ ഗതയോർ നവീരോ ക്രുദ്ധോ സമുഷ്ടിരയസ്പർശിരഭിഷ്ഠാം സ്തബ്ധസ്തയോ പ്രഹരതോ വയോരിവാസി നിർഗാഗ വജ്രപുരുഷസ്തരധാടനോത്ത. തയോരേവം ബഹരദോ സമശിക്ഷാബലൗജസോ നിവിശേഷാമഹുദ്യുദ്ധം അക്ഷീണജവ്യോർനുപാ. മഹാരാജായുദ്ധോ സപ്തവിംശതി ദിനാനി നിരഗംസ്തത്ര സുഖ്യധ്വനിതിഷ്ഠതോ. ഏകഥാ മാതുലേയം വൈ പ്രാഹരാജൻ മൃഗോദര ന ശക്തോഹം ജരാസന്ധം നിർജേതും യുദ്ധി മാധവ. ശത്രോ ജന്മമുഖീ വിദ്വാൻ ജീവിതം ജരാകൃതം പാർത്ഥമാപ്യായയൻ സ്വേന തേജസാ ചിന്തയത് ഹരി. സഞ്ജിദ്യാരിവദോപായം ഭീമസ്യാമേ മോഹദർശന ദർശയാമാസ വിടവം പാടയന്നിവ സംശയ. ജരാസന്ധനെ വധിക്കാൻ ഒരു മാർഗവും കാണാതെ ഭീമസേനൻ വളരെ തളരുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ ഒരു ഇല പറിച്ച് രണ്ടായി കീറി രണ്ട് ഭാഗത്തേക്കും തിരിച്ചിട്ട് ഒരു കാണിച്ചു കൊടുക്കുകയാണ് ഭീമസേനെ പ്രകാരമാണ് വധിക്കേണ്ടത്. തദ്വിജ്ഞായ മഹാസത്വോ ഭീമപ്രഹരതാംബര ഗൃഹീത്വാ പാദൈ ശത്രും പാദയാമാസ ഭൂതലേ. ഏകം പാദം പദാക്രമ്യ ദുഭ്യാമന്യം പ്രഗൃഹ്യ സ പാടയാമാസ ശാഖാമ്യ മഹാഗജാ. ഏകപാദോരു വൃഷണകടിപൃഷ്ടസ്തനാംസകേ ഏകബാഹ്വാശി ഭൂകർണേ സകലേ ദൃശപ്രജാ. രണ്ടായി പിളർക്കുകയാണ് ജരാസന്ധനെ. ആഹാകാരോ മഹാനാസി നിഗതേ മഗധേശ്വരേ പൂജയാമാസ ഭീമം പരിലഭ്യ ജയാച്യുതോ. സഹദേവം ദത്തനയം ഭഗവാൻ ഭൂതഭാവന മോചയാമാസ രാജന്യം ഓം തത്സത്. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായ
ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നിരാസംഗവധോ നാമ ദ്വിസപ്തതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് ശ്രീമദ് മഹാഭാഗവത കീർത്തന ശ്ലോകം. ഓം തത്സത്. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. കിങ്കിണി പദ കമല കൃഷ്ണ കങ്കണ കരയുകള, കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല, ദേവാ ജയ ജയ ഭാഗവത. ഗതിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര, ജയയാ പാലയ ദാമോദര തുളസീ ദാമോദര, ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ, കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന, ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ, നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭ ഫലദ, ദേവാ ജയ ജയ ഭാഗവത. ഭൂതാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക, പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ, ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ. ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഓം തത്സത്. വിദംശം വിദം നിർമ്മലം നിർവികൽപം